ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ BTS ഒരു വ്ളോഗാക്കി ഇടാമെന്ന് വിചാരിച്ചു. അച്ഛനും പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ പ്രാക്ടീസാണ് ഇത് കാണുന്നത്. ഞാൻ കുറച്ച് എത്താൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 തവണ നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ ലാസ്റ്റായിട്ട്. അപ്പോഴേക്കും ടൈം ആവാനായിട്ടുണ്ടായിരുന്നു. ആശയുടെ അമ്മ ഞങ്ങൾക്ക് എനർജിക്കായിട്ട് പഴംപൊരി ഉണ്ടാക്കുകയാണ് ഗായ്സ്. ചായ റെഡി, പഴംപൊരി റെഡി. ചുടാ പഴംപൊരി. അറിയില്ല. അവിടുന്ന് ഇവിടുന്ന് വ്ളോഗുകൾ തമ്മിൽ കണ്ടുപിട്ടി ഗൈസ്. റെഡി ആവുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചിട്ട് റെഡി ആവാമെന്ന് വിചാരിച്ചു. അതാണ് സംഭവം. ഞങ്ങള് സാരി അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങിക്കാൻ പോയിട്ട് വരാം. ഈ സാധനം എന്താന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ഗൈസ്. അതാരാ? ആരുമാണ് നടക്ക്. സാരി എക്സ്പേർട്ട് ആയിട്ടുള്ള ആശയാണ് നമുക്ക് സാരി ഡ്രൈപ്പ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രീ പ്ലീറ്റിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മൾ വെറുതെ കണ്ടാൽ മതി, ബാക്കിയൊക്കെ അവിടെ ചെയ്തോളും. നമ്മളിങ്ങനെ അവിടെ ഇരിക്കുക. ആശ മനസ്സിൽ അവിടെ വ്ളോഗായിട്ട് വന്നിരിക്കുക. ഓക്കെ, ഉപ്പേരി വറുത്തിടാനല്ല ഗൈസ്, മേക്കപ്പ് സാധനങ്ങൾ നിരത്താനാണ്. ഒരട്ടെ. അമ്മ ഈ വലിയ പൊട്ടൊന്നും തൊടുന്നില്ലല്ലോ നമ്മൾ. നിരത്തി കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഞങ്ങൾ പണിക്ക് റെഡിയാണ്. പണിയെടുക്കട്ടെ കേട്ടോ. പണിക്ക് പോയിട്ട് വരാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എല്ലാം ചടപടയെന്നായിരുന്നു. കാരണം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വർക്കിൻ്റെ കോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചേക്കാളും നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 6:30 എത്തണമെന്ന് വിചാരിച്ചിട്ട് 6:30 ഞങ്ങൾ അവിടെ ഇരുന്ന് മേക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ഗൈസ്. മേക്കപ്പ് ട്രൈൻഡിന് ഇപ്പോൾ സാരി എടുക്കാണ്ട്. സാരി എടുത്ത് കഴിയുമ്പോഴേക്കും ഭയങ്കര തിരക്കായിട്ടു. ലൈക്ക് പോകാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുക. 7 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് ഭയങ്കര ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്നാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആശേൻ്റെ അമ്മ ഞങ്ങൾക്ക് ഫുഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കും ആശയ്ക്കും ചപ്പാത്തിയൊക്കെ വായിൽ വെച്ച് തരുന്നുണ്ടായിരുന്നു. കാരണം ലൈക്ക് അത് കഴിഞ്ഞിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു സമയം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. കാരണം ഞങ്ങൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടല്ല പോയത്. ആളത്തൊക്കെ അവിടെ പോയിട്ടാണ് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് പിന്നെ ഇതിൽ മുടി കെട്ടുന്ന കാര്യത്തിനാണെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതായത് പൂവ് എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളത് ഞങ്ങൾക്ക് കൺഫ്യൂഷനായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ തമിഴ് സ്റ്റൈൽ വെക്കാമെന്നാണ്. പക്ഷെ അങ്ങനെ വെച്ച് വന്ന സമയത്ത് കുറച്ച് ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ നോർമലി വെക്കുന്ന പോലെ തന്നെ, വടേൻ്റെ അവിടെ കെട്ടുന്ന പോലെ തന്നെ റൗണ്ട് ചെയ്യാണ് ചെയ്തത്. അപ്പം അങ്ങനെ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹറി പറയും. ഞാൻ ഫോൺ അവിടെ വെച്ച് പിന്നെ ഞാൻ ഫോണിൻ്റെ റെക്കോർഡ് ചെയ്യുന്ന കാര്യമൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ലൈക്ക് പിന്നെ ആശേൻ്റെ അമ്മയും ഞങ്ങളെ കുറേ ഹെൽപ്പ് ചെയ്തു കേട്ടോ. നമുക്ക് മുടി കിട്ടുന്ന കാര്യത്തിലാണെങ്കിൽ എല്ലാത്തിനും നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റി. പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് വന്നു. ലൈക്ക് ലാസ്റ്റിലേക്ക് വന്ന സമയത്ത് എല്ലാം അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഞങ്ങൾക്കൊരു ആശ്വാസമായത്. ലൈക്ക് നമ്മൾ ഈ ഒരു ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് അതിനൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഭയങ്കര ഹാപ്പിനെസ് ആവുമല്ലോ. അപ്പം അങ്ങനെ തന്നെ ലൈക്ക് നമ്മൾ ഹറിബറി ആയിട്ട് ചെയ്തതാണെങ്കിലും
പക്ഷെ ലാസ്റ്റിലേക്ക് വന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ മേക്കപ്പ് ആണെങ്കിലും നമുക്ക് ഫുള്ളായിട്ട് ലാസ്റ്റ് ചെയ്തു. കാരണം പ്രോഗ്രാം കഴിഞ്ഞിട്ടാണെങ്കിലും അത് അങ്ങനെ തന്നെ ഇരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ വേറെ ലൈക്ക് ഒന്നും അഴിഞ്ഞു പോയി ഒന്നും ചെയ്തില്ല. അതിപ്പോൾ പൂവോ അല്ലെങ്കിൽ ഒന്നും അഴിഞ്ഞു പോയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കറക്റ്റായിട്ട് അത് എല്ലാം അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് എല്ലാത്തിനും ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു ഗൈസ്. ഞങ്ങൾ റെഡി ആയി ഗൈസ്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ വേഗം 8 മണി ആവാനായിക്കുന്നു. ഞങ്ങളെ കാണുന്നില്ല ഗൈസ്. ഞങ്ങൾ കൊണ്ടിരിക്കുകയാണ്. ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഡാൻസ് തുടങ്ങി. ഇനി എത്തിയോ? ഞങ്ങള് എത്താനായി ഗൈസ്. ഞങ്ങളെത്താൻ ഇനി കുറച്ചുകൂടെ ദൂരമേ ബാക്കിയുള്ളൂ. വയറിന്റെ അടിയിൽ നിന്നൊക്കെ എന്തോ ഒരു സാധനം വരുന്നത്. അയ്യോ പേടിയാന്ന്. എത്തും. ആദ്യം ഇവിടെ വ്ളോഗ് എടുക്കുന്നുണ്ട്, ഞാനിപ്പുറത്ത് വ്ളോഗ് എടുക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ എത്തും. ഗുളു വരുന്നുണ്ട്. അതെ, അവിടെ വ്ളോഗ് എടുക്കുന്നു. ഇവിടെ നോക്കുവാ. ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻസ് ആണ് ഗൈസ്. ഹലോ, അവിടെ ഉണ്ടോ? നീ ഇപ്പൊ കൊണ്ട അമ്മ അവിടെ പോയിരുന്നോ? ഞാൻ ഇത് എൻ്റെ കൊടുത്തായിരുന്നു. ഗായ്സ്, ഞങ്ങളുടെ ഡാൻസ് കഴിഞ്ഞു ഗായ്സ്. ഞങ്ങളിനി അമ്പലക്കുളത്തിലേക്ക് പോവാണ്. ആശാന്റെ അച്ഛൻ്റെ ഒപ്പരം. ആശനെ കാണുന്നില്ല. അമ്പലപ്പുഴയ്ക്ക് പോവാണ്. അമ്പലത്തിന്റെ സൈഡിലുള്ള പുഴയ്ക്ക് പോവാണ് ഞങ്ങൾ. ഇവിടെ ആശ ഇങ്ങോട്ട് ഓടുക. ഞങ്ങള് ചത്തു ഗൈസ്. ഞങ്ങൾക്ക് മറ്റേ സമ്മാനമൊക്കെ കിട്ടി ഗൈസ്. അതെ അതെ അതെ. അമ്മയൊന്നും കാണുന്നില്ലല്ലോ പുഴയില്. ശരിക്കുണ്ടല്ലോ ഇവിടെ മറ്റേ എന്തോ പാലം വന്നിട്ട് അവിടെ നമ്മൾ അവിടെയാണേ ഞങ്ങളൊക്കെ എന്തോ ആശയുടെ അച്ഛൻ കൊണ്ടുവന്നുണ്ട്. പായസം, അപ്പം, ഒറ്റയപ്പവും പായസം. ഞങ്ങളിവിടെ പുഴയില് കാലൊക്കെ ഇട്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പൊക്കെ കൊണ്ടുവന്നുണ്ട്. ഞങ്ങളത് കഴിക്കാൻ പോവാണ്. അപ്പൊ ഗൈസ് ഞങ്ങള് പായസം കഴിക്കാണ്. സ്വർഗം ആഫ്റ്റർ ശേഷം. റെഡ് ആവണം. ഞങ്ങൾ അങ്ങോട്ട് വരാൻ പോച്ചാ മതി. ഇതാണ് ഗൈസ് അമ്പലം ഗൈസ്. മേക്കപ്പ് ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ആഫ്റ്റർ ഡാൻസ് അതവിടെ പോയി. പൊട്ട് മാത്രം പോയി. ഞങ്ങള് പശ വെച്ച് ഒട്ടിച്ചില്ല. നോർമൽ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചുള്ളൂ. പക്ഷെ എന്റെ പശ പോകുന്ന വിചാരില്ല, എന്റെ പൊട്ട് പോകുന്ന വിചാരിച്ച. പക്ഷെ ആശയുടെ പൊട്ടാണ് പോയത്. അതെനിക്കറിയില്ല. ഞാൻ അവിടെ എപ്പോഴും ഇറങ്ങും. എന്റെ പൊട്ട് എപ്പോഴും പോകും. സാധാരണ പോകുമ്പോഴും പോകും. അപ്പൊ ഞാൻ എക്സ്ട്രാ പൊട്ടൊക്കെ വെച്ചിട്ട് കാറിലുണ്ട്, അല്ല ആ കവറിലുണ്ട് പൊട്ട്. ഇനിയിപ്പൊ പൊട്ടിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു. അതെ, ഞങ്ങളുടെ ഡാൻസ് ലാസ്റ്റ് പാറമേക്കാവിന്റെ വെടിക്കെട്ട് പോലെ ആയിരുന്നതാണ് ആശയുടെ വലിയച്ഛൻ പറഞ്ഞത്. അടിപൊളിയായിട്ടായിരുന്നാണ് പറഞ്ഞത്. ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും എടുക്കാല്ലേ. ആശയുടെ വ്ളോഗില് അടുത്ത ബിറ്റ് കാണാം. ഗൈസ്, ഞങ്ങള് ചിപ്സ് കോർണറിലേക്ക് വന്നിക്കാണ് ചായ കുടിക്കാൻ പോവാണ്. നമ്മൾ ഇറങ്ങുന്നില്ലല്ലോ. ഞങ്ങൾ ഇറങ്ങണില്ല കേട്ടോ. ബൂസ്റ്റ് ദ സീക്രട്ട് ഓഫ്
അവർ എനർജി പകുതി അവിടെ പകുതി അവളുടെ വ്ളോഗില് ആശയുടെ അമ്മ ബൂസ്റ്റ് വാങ്ങിക്കാൻ പോയിക്കാണ്. നമുക്ക് ആതിരയുടെ വ്ളോഗ് നമുക്ക് എടുക്കാം. ആതിരയുടെ വ്ളോഗ് അത് ഈ ക്യാമറ വരെയൊക്കെ അമ്മേനെ കാണുന്നുണ്ടോ? ആതിരയുടെ വ്ളോഗ് അല്ലേ? ഞങ്ങളുടെ മേക്കപ്പ് അടിപൊളി. ഞങ്ങൾ ഇപ്പോഴും ഗ്ലോ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ മേക്കപ്പിന് ഒന്നും പറ്റിയിട്ടില്ല ഗൈസ്. പിന്നെ നിങ്ങൾക്ക് മേക്കപ്പ്, അതായത് ഡാൻസിന് മേക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം, ഞങ്ങൾ ചെയ്തൊരു അടിപൊളിയായിട്ട് ഇതുപോലെ കണ്ടോ ഗ്ലോ ഒക്കെ ചെയ്യും. തിളക്കം കണ്ടോ നിങ്ങൾ? അതെ അതെ. നമ്മുടെ ചായ അല്ല ബൂസ്റ്റ് എത്തി. ബൂസ്റ്റ് നല്ല ചൂട് ചൂട് നല്ല ചൂട്. ആശയുടെ വീട്ടിലെത്തി ഗായ്സ്. തിരിച്ച് വീട്ടിലെത്തി. മേക്കപ്പ് നോക്കൂ, എന്റെ പൊട്ടു പോയി. ബട്ട് മേക്കപ്പ് സ്റ്റിൽ അങ്ങനെ തന്നെയുണ്ട്. ഒരു ഡാൻസ് കഴിഞ്ഞുള്ള അവസ്ഥയാണ് ഗൈസ് ഇതെല്ലാം. അതെ, ഡാൻസ് കഴിഞ്ഞ് വന്നിട്ട് വീഡിയോ കോലാണ്. ഇനി ആ റൂമിലില്ലേ? ആ റൂമിൽ എന്താ അവസ്ഥ? മാക്സിമം റെക്കോർഡ്. ആ റൂം എന്താ നോക്കട്ടെ കേട്ടോ. ഇത് ഒന്ന് ലൈറ്റ് ഇടോ. ഇവിടെ പിന്നെ കുറച്ചേ ഉള്ളൂ. പിന്നെ ഞങ്ങള് ഞാൻ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞങ്ങള് മേക്കപ്പ് റിമൂവ്, അതിന് മുന്നേ തക്കിട്ട താന്ന് പറഞ്ഞൊരു സാധനം എടുക്കാനുണ്ട്. അത് വേഗം എടുത്തിട്ട് നമ്മള് ഗൈസ്. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു, അടിപൊളിയായി. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാൻ വീട്ടിൽ പോവാണ്. ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ കഴിച്ചു. ഗ്യാസ് കഴിക്കാനുണ്ട്. അപ്പൊ അടുത്ത വ്ളോഗായിട്ട് വരാം. അത് ബൈ.